ജിൻഡോയുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഋഷി ജിൻഡോയ്ക്ക് അൻസിബയ്ക്കും കഴിക്കാൻ ഓരോ മൈസൂർ പാക്കും എടുത്തുകൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഒരു ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ് അൻസിബയും ജിൻഡോയും. എന്നിട്ട് ജിൻഡോയെ കെട്ടിപ്പിടിച്ച് ആ ഒരു വഴക്ക് കോംപ്രമൈസ് ആക്കുന്നുണ്ട്. അതിൽ ജിൻഡോ പറയുന്നുണ്ട്, എടാ എല്ലാരും എന്നെ മാത്രം പറയുമ്പോ എന്റെ ഭാഗം പറയാൻ ആരാണുള്ളത്? ഞാൻ തന്നെയല്ലേ പറയേണ്ടത്. അഭിഷേക് എന്റെ കഴുത്തിന് പിടിച്ചത് എനിക്ക് ഇപ്പോഴും നല്ല വേദന എടുക്കുന്നുണ്ട്. ഞാൻ അവനോട് ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ നീ എന്നെ മാത്രം ചൂണ്ടിക്കാണിക്കുമ്പോ ഞാൻ എങ്ങനെ തിരിച്ചു പെരുമാറണ്ടേ എന്ന് ജിൻഡോ ചോദിക്കുന്നു. ഇപ്പോഴാണ് ഋഷിക്ക് കാര്യങ്ങൾ കുറെയൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിയോണ്ടായിരിക്കുമല്ലോ കോംപ്രമൈസ് ആവാൻ വേണ്ടി മധുരവുമായിട്ട് ചെന്നത് അവരുടെ അടുത്തേക്ക്. അപ്പൊ അങ്ങനെ ആ ഒരു വഴക്ക് സോൾവ് ആവുന്നുണ്ട്. പിന്നെ ഋഷി ബൈക്ക് തിരിച്ചില്ല എന്ന് പറഞ്ഞ് ഋഷി മൈക്ക് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ജിൻഡോ അൻസിബ എടുത്ത് പറയുന്നുണ്ട്, ഇപ്പൊ ഇവരുടെ ഗെയിം എന്ന് പറഞ്ഞാൽ മെന്റലി തളർത്തുക എന്നുള്ളതാണ്. ഞാൻ കുറച്ചൊക്കെ മെന്റലി തളരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അൻസിബയുടെ അടുത്ത്. അപ്പോൾ എന്തായാലും ഋഷി തന്നെ മുൻകൈ എടുത്ത് ഈ ഒരു വഴക്ക് സോൾവ് ചെയ്തൊരു വളരെ നല്ല കാര്യമാണ്. ജിൻഡോ ഈ ഒരു സംഭവം ബാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അൻസിബയോട് പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.